അങ്ങനെ അനാമികയും കാമുകനും കൂടെ ചുറ്റിക്കറങ്ങുന്നത് ആദർശിന്റെ കണ്ണിൽ കാണുന്നുണ്ട്. അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനിയും ഇതേ പോക്കിൽ തന്നെയല്ലേ പോകുന്നത്. അതുകൊണ്ട് നയനയും ആദർശും ഒരക്ഷരം പോലും അനാമികയോട് മിണ്ടുന്നില്ല. എന്നാൽ ജാനകിയും ഇത് കണ്ണിൽ കാണുന്നുണ്ട് കേട്ടോ. ജാനകിയോട് കള്ളം പറഞ്ഞു പോയ അനാമിക വീട്ടിൽ നിന്ന് പോയത്. എന്നാൽ ജാനകിക്ക് അറിയില്ലായിരുന്നു അനാമിക എങ്ങോട്ടാ പോയതെന്ന്. അങ്ങനെ ജാനകി പുറത്തു പോകുമ്പോൾ ഒരാളുടെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് അനാമിക പോകുന്നത് കാണുന്നുണ്ട്. അനി പറഞ്ഞത് എന്ത് സത്യമാണ്? ഇവളിങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇങ്ങനെ ഓരോരുത്തന്മാരുടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടാണോ? എൻ്റെ മോനും ഒട്ടും മോശമൊന്നുമല്ല, അവനും എപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെയല്ലേ, അതുകൊണ്ടാണ് ഇവളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ജാനകിയും അനാമികയുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു പാർക്കിലിരുന്ന് സംസാരിക്കുന്നത് ജാനകി ഒളിഞ്ഞൊന്ന് കേൾക്കുന്നുണ്ട്. അനാമികയെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ജാനകി പോകുന്നത്. എന്നാൽ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് ജാനകി ആകെ വിഷമത്തിലാകുകയാണ്. കാരണം തൻ്റെ മോനെ ഒഴിവാക്കി അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ കൂടെ അവൻ്റെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകാനാണ് അനാമിക ശ്രമിക്കുന്നത് എന്നൊക്കെ ജാനകി മനസ്സിലാക്കുന്നുണ്ട്. വിവാഹ ദിവസം തന്നെ ഞാൻ അവനെ വെറുത്തതാ. എനിക്കവനെ വേണ്ട. എനിക്ക് വേണ്ടത് അവിടുത്തെ സ്വത്തും മുതലുകളും മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് അനിയുടെ സ്നേഹം നടിച്ച് ഞാൻ ആ തറവാട്ടിൽ കയറിക്കൂടിയത്. അവിടുന്ന് കുറച്ച് സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ വരും. അത് നമ്മൾ വിവാഹത്തിന് മുമ്പേ എടുത്ത തീരുമാനമല്ലേ എന്നൊക്കെ പറഞ്ഞ് അനാമികയും കാമനും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇതോടുകൂടി ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവള് വിവാഹത്തിന് മുമ്പേ ഈ പ്ലാനിങ്ങോടൊക്കെ കൂടിയാണ് അവള് അനന്തപുരി തറവാട്ടിലേക്ക് വന്നത്. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടും ഞാനിതൊന്നും വിശ്വസിച്ചില്ലല്ലോ ദൈവമേ. ഏട്ടത്തി എത്ര തവണ പറഞ്ഞതാ, ഏട്ടത്തി അങ്ങനെ ഒരാളെ കാരണമില്ലാതെ വെറുക്കുന്ന ഒരാളല്ല. അപ്പോൾ തക്കതായ കാരണമുണ്ടായിട്ട് തന്നെയാണ് ഏട്ടത്തി അനാമികയെ വെറുത്തത് എന്നൊക്കെ ജാനകി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക വീണ്ടും കാമുകനോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അന്ന് ഞാൻ ആ പാലിൽ വിഷം കലർത്തിയത് ആ നവ്യ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കഷ്ടകാല സമയത്തിന് അത് ആ വല്യമ്മ എടുത്തു കുടിച്ചേ. അന്ന് അവരെ തട്ടിപ്പോയിരുന്നെങ്കിൽ ഇന്ന് എന്നെ എതിർത്ത് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളുടെ എണ്ണം കുറഞ്ഞിരുന്നേനെ. പക്ഷേ ഇപ്പം അവരെല്ലാം മനസ്സിലാക്കിയതുപോലെയാണ് അവരുടെ പെരുമാറ്റവും രീതികളും ഒക്കെ. ഇതെല്ലാം കേട്ടു നിന്ന് ജാനകി ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ഇവള് ഇത്രയ്ക്കും ദുഷ്ടയായിരുന്നു. ആ ഇവളെയാണല്ലോ ദൈവമേ ഞാൻ ഇത്രയും നാളും പൊന്നുപോലെ സ്നേഹിച്ചത്. ആരൊക്കെ പറഞ്ഞിട്ടും ഒന്നും വിശ്വസിക്കാതെ ഞാൻ ഇവളെയും തലയിൽ കയറ്റിച്ചുകൊണ്ട് നടക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ജാനകി തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. വന്ന പാടെ തലവേദന എടുക്കുന്നു എന്നും പറഞ്ഞ് റൂമിൽ കയറി കിടക്കുന്നുണ്ട്. അവൾക്കരികിലേക്ക് ജയൻ വരുന്നുണ്ട്. എന്തു പറ്റി ജാനകി നിനക്ക്? നീ രാവിലെ എവിടെ പോയതാ? പോയിട്ട് വന്നതിന് ശേഷം നിനക്ക് നല്ല തലവേദനയാണെന്ന് പറയുന്ന കേട്ടല്ലോ, എന്തു പറ്റി എന്നൊക്കെ ജയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് പിന്നെ ജയേട്ട എന്ന് പറഞ്ഞ് അവൾ കണ്ട കാര്യങ്ങളെല്ലാം ജയനോട് പറയുന്നുണ്ട്. ഓ, നീ ഇപ്പോഴെങ്കിലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ എൻ്റെ ജാനകി. അവള് നിന്റെ കണ്ണ് മൂടിക്കെട്ടിരിക്കുമായിരുന്നു, ഇപ്പോഴാ അത് തുറന്നത്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാണ്. എന്നാൽ നിന്നോട് പറഞ്ഞാൽ നീ വിശ്വസിക്കുകയില്ല. നിന്റെ പറയാൻ വരുന്നവരെ നീ ദേഷ്യപ്പെട്ട് ഓടിക്കുകയും ചെയ്യും. എന്നാലും ജയേട്ട, അവൾ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അവളാണ് പാലിൽ വിഷം കലർത്തിയതെന്നും അനിമോൻ്റെ സ്വത്ത് മാത്രം കണ്ടാണ് അവനെ വിവാഹം ചെയ്തതെന്നും വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങളാരും അവളെ അധികം സ്നേഹിക്കാൻ പോകാത്തത്. ഈ സമയത്ത് അനാമിക അങ്ങോട്ട് വരുന്നത് ജയൻ കാണുന്നുണ്ട്. ജയൻ പറയുന്നുണ്ട്, ദേ നിന്റെ മരുമോള് വരുന്നുണ്ട്, നീ സ്നേഹം കൊണ്ട് മൂട് എന്ന് പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് അനാമികയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ജാനകിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റിയമ്മേ? ഓ, നല്ല തലവേദന, ഒന്ന് കിടന്നാ മാറും എന്നൊക്കെ പറഞ്ഞ് ജാനകി അവളെ ഒഴിവാക്കി വിടുന്നുണ്ട്. ഓ, ഈ തള്ളക്കിനി എന്ത് പറ്റിയാലും എനിക്കെന്താ, എനിക്കിവിടുത്തെ സ്വർണവും പണവും വേണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ജാനകി ഇങ്ങനെ നന്ദുവിനെ പറ്റി ആലോചിക്കുന്നുണ്ട്.
അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ജാനകി ഇങ്ങനെ നന്ദുവിനെ കുറിച്ച് ഓർക്കായിരുന്നു. നല്ല മോളായിരുന്നു, പണവും ഇല്ല എന്നതിന്റെ പേരിലാണല്ലോ ഞാൻ അവളെ വെറുത്തത്. നന്മയുള്ളതാണ് പണവും ഇല്ല എന്നതിന്റെ പേരിലാണല്ലോ ഞാൻ അവളെ വെറുത്തത്. നന്മയുള്ളതാണ് നയന, എന്നിട്ട് പോലും ഞാൻ അവളെ വെറുത്തു. അതിനൊക്കെ കാരണം ഈ അനാമിക തന്നെയായിരുന്നു. അങ്ങനെ നന്മയുള്ള മനസ്സാണ് നയനമോടത്, എന്നിട്ടും ഞാൻ അവളെ വെറുത്തു. അതിനൊക്കെ കാരണം ഈ അനാമികയാണ്. അങ്ങനെ നയന വരുന്ന സമയത്തും ജാനകി തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ നയന വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇളയമ്മേ, എന്താ പറ്റിയേ, എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട എന്ന് ജാനകി പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ മരുന്നിട്ട് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാം, അത് കഴിക്കുമ്പോൾ തലവേദനയൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് നയന കാപ്പി ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കാപ്പി ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ജാനകിക്ക്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലാണ് വേദനയും അസ്വസ്ഥതയൊക്കെ, അത് മാറാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റി ഇളയമ്മേ, എന്താ കാര്യം എന്ന് പറയുമ്പോൾ ജാനകി നയനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. സത്യം മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി മോളെ, അവള് എന്നെ ചതിക്കുകയായിരുന്നു. എന്നാൽ നയന ഒന്നും മറുപടി പറയാതെ ജാനകി ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം, ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എന്നെ ഒരുപാട് സ്നേഹത്തോടെ സ്നേഹിച്ചതും സംസാരിച്ചതും ഒക്കെ ഇളയമ്മയാണ്. മറ്റാരും അന്നെന്നെ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇളയമ്മ എന്നോട് മിണ്ടാത്തതാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ സത്യങ്ങളൊക്കെ ഇളയമ്മയ്ക്ക് മനസ്സിലായല്ലോ. എനിക്കിനി അത് മതി, ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. മോളെ, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, നീ എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അവളിങ്ങോട്ട് വന്നത് നമ്മളെ ആരും സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ സ്വത്തും പണവും പ്രതാപവും കണ്ട് മാത്രമാണ്. അതേ അമ്മേ, അതേ ഇളയമ്മേ, അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഞങ്ങൾ അവളെ അകറ്റി നിർത്തുന്നത്. മോളെ, പാലിൽ വിഷം ചേർത്തതും അവള് തന്നെയാ. അതെ, അതൊക്കെ ഞങ്ങൾക്കറിയാം ഇളയമ്മേ. ഇളയമ്മ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, പതിയെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. തൽക്കാലം മുത്തശ്ശനും മുത്തശ്ശിയും ഇതൊന്നും അറിയണ്ട എന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ അനാമികയെ കൊണ്ട് സൈ കേട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. അവളവിടെ എൻ്റെ ഭാര്യയായിട്ടോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ, പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യ നീയാണ്. ആരും അറിയാതെയെങ്കിലും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും എന്നൊക്കെ ആനി പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കുകയാണ്. നന്ദു ഗർഭിണിയാകുന്നുണ്ട്. നന്ദു ഇക്കാര്യം നയനയെ അറിയിക്കുന്നുമുണ്ട്. അങ്ങനെ ഈ വിവരം നന്ദു ഗർഭിണിയാണെന്ന വിവരം അനാമികയും അറിയുന്നുണ്ട്. അനാമിക അനന്തപുരി ഇളക്കി മറിക്കുന്നുണ്ട്. ഞാനെന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? എനിക്കിവിടെ എന്ത് സ്ഥാനമാണ് ഉള്ളത്? മാനനഷ്ടത്തിനും എനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റുള്ളൂ. ഇവൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ജാനകിയാണെങ്കിൽ അനാമികയ്ക്കായിട്ട് 2 കൊടുക്കാൻ വേണ്ടി തന്നെ തയ്യാറായി നിൽക്കുകയാണ്. തൻ്റെ മകനെ ചതിച്ച് തൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ചതിച്ചവളാണ് അവൾ. നീ വലിയ പുണ്യാളത്തിയൊന്നും ആവണ്ട, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ ജാനകി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താ അമ്മേ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളുടെ മകൻ കാരണം വേറൊരു പെണ്ണാണിപ്പോൾ ഗർഭിണിയായിരിക്കുന്നത്, ഭാര്യയായ ഞാനിവിടെ ഉള്ളപ്പം. അപ്പോൾ അനന്തപുരിക്കാരുടെ അന്തസ്സ് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിലും ഇതൊക്കെ തന്നെയാണല്ലോ പാരമ്പര്യം എന്നൊക്കെ അനാമിക പറയുമ്പോൾ ജാനകി പ്രതികരിക്കുന്നുണ്ട്. നീ മിണ്ടിപ്പോകരുത് എന്ന് ജാനകി പറയുമ്പോൾ തന്നെ അനാമിക ഞെട്ടിപ്പോകുന്നുണ്ട്. അതേടി, എൻ്റെ മരുമകൾ നീ നന്ദു തന്നെയാണ്. നീ വിഷം ചീറ്റുന്ന പാമ്പാണ്. നീ എന്താ കരുതിയത്? ഒന്നും ഈ ജാനകിക്ക് മനസ്സിലാകുകയല്ലെന്നോ? നീ എന്തുദ്ദേശത്തോടെയാണ് ഇവിടേക്ക് വന്നതെന്നും എല്ലാം എനിക്കറിയാം. എന്തിനാണ് നീ അനിയെ വിവാഹം കഴിച്ചതെന്നും അനിയുടെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്നും എല്ലാം എനിക്ക് മനസ്സിലായിടി. ഇവിടുത്തെ സ്വത്തും പണവുമാണ് നിന്റെ കണ്ണ്. അതിനുവേണ്ടി എൻ്റെ മകനെയും കൊന്ന് അതും അടിച്ചു മാറ്റി വേറൊരുത്തൻ്റെ കൂടെ പോയി ജീവിക്കാമെന്ന് നീ കരുതിയോ? ഇതൊക്കെ നീ തന്നെ പറയുന്നത് ഞാൻ ചെവിക്ക് കേട്ടതാടി. അതുകൊണ്ട് ഇനി നിനക്ക് രക്ഷയില്ല. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നീ ആരും ഉണ്ടാവില്ല. മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഇതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. നീ ഇനി ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ആഹാ, അങ്ങനങ്ങ് പോകാൻ വേണ്ടി വന്നവളല്ല ഞാൻ. അങ്ങനങ്ങ് പോകുമെന്ന് ആരും കരുതുകയും വേണ്ട. 4 ആൾ അറിഞ്ഞ് താലി കെട്ടി കൊണ്ടുവന്നതാണ് എന്നെ.
എന്നെ ചതിച്ചതിനും എൻ്റെ മാനനഷ്ടത്തിനും നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. എന്നാ നീ പോയി കേസ് കൊടുക്കടി. നീ തന്നെയായിരിക്കും ജയിലിൽ പോകാൻ പോകുന്നത്, അതും കൊലക്കുറ്റത്തിന്. നിനക്ക് നയാ പൈസ ഈ അനന്തപുരിക്കാർ തരില്ല. എന്തൊക്കെ നാണക്കേടുണ്ടായാലും ഇതൊക്കെ മീഡിയക്കാരെന്തൊക്കെ പറഞ്ഞാലും ശരി, നിനക്കൊരു നയാ പൈസ തരാൻ പോകുന്നില്ല. നീ അങ്ങനെ അനന്തപുരിയിലെ കാശ് കൊണ്ട് അങ്ങനെ സൂഹിക്കണ്ടടി എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടുവന്ന ദേവയാനി ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞ് അനാമികയെ പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ അനാമിക, ആഹാ അത്രയ്ക്കായോ, എന്നാ ഇനി അനന്തപുരിക്കാരുടെ അന്തസ് ഞാനൊന്ന് കാണട്ടെ. നിങ്ങളെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, ഒന്ന് പോടി എന്ന് പറയുകയാണ് ദേവയാനി. ആ സമയത്ത് നമ്മുടെ നന്ദുവിനെ കൊണ്ട് അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനി അനാമികയോട് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. എൻ്റെ അമ്മയും നന്ദുവിനെ അംഗീകരിച്ചു. നന്ദുവിൻ്റെ അമ്മയും അച്ഛനും എന്ന് സമ്മതിക്കുന്നു ആ നിമിഷം ഞങ്ങളുടെ വിവാഹമായിരിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിന് നിന്നെ ഇവളെയും ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ എത്ര വലിയ കൊമ്പത്തെ പോലീസുകാരിയാണെങ്കിലും ശരി, നിന്നെയും ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്നും പറഞ്ഞ് അനാമിക അവിടെ കിടന്നൊരു കല്ലുമായി അവരുടെ നേരെ വരുന്നുണ്ട്. ഈ സമയത്ത് ജാനകി അവളെ പോയി തടയുന്നുണ്ട്. എൻ്റെ മകനെയോ എൻ്റെ മകളെയോ ദേഹത്തൊരു പിടി മണ്ണ് വീണ നിന്റെ കൈ ഞാൻ വിട്ടും എന്ന് പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ഈ സമയം വേണുവും രേവതിയും കൂടെ വന്ന് അനാമിക അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഈ വേണു ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു അനാമികയും കൂട്ടി അവിടെ നിന്നും പോകുന്നുണ്ട്.